പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് WWE എന്തുകൊണ്ട് ഡ്രൂ മാക്കിൻഡയറിനെ അനിശ്ചിത കാലത്തേക്ക് സസ്പെൻഡ് ചെയ്തു എന്നുള്ളതിനെ സംബന്ധിച്ചും സൂപ്പർ താരമായ റോമൻ റെയിൻസ് ഡാൻസ് ചെയ്യുന്ന ഒരു വീഡിയോ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസുമാണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം. ഒന്നാമതായി പങ്കുവെക്കാനുള്ളത് ഡ്രൂ മാക്കിൻഡയർ എന്ന സൂപ്പർ താരത്തെ WWE എന്തുകൊണ്ട് സസ്പെൻഡ് ചെയ്തു എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. സസ്പെൻഷൻ കാലാവധി എന്ന് പറയുന്നത് അനിശ്ചിത കാലത്തേക്കാണ്. സസ്പെൻഡ് ചെയ്യാനുള്ള കാരണം റോയുടെ ജനറൽ മാനേജറായ ഏദൻ പിയേഴ്സ് ഒരു വീഡിയോ ഇട്ടുകൊണ്ട് ഇപ്പോൾ ഔദ്യോഗികമായി പറഞ്ഞിട്ടുണ്ട്. ആ കാരണം മറ്റൊന്നുമല്ല, ഏദൻ പിയേഴ്സിൻ്റെ ഈ മണി ഇൻ ദ ബാങ്ക് പ്രീമിയം ലൈവ് ഇവൻ്റ് കഴിഞ്ഞതിന് ശേഷം ആക്രമിച്ചു. അതിന് പ്രകാരമാണ് ഡ്രൂ മാക്കിൻഡയറിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡ്രൂ മാക്കിൻഡയർ എന്തിനാണ് ഈ ഏദൻ പിയേഴ്സിനെ ആക്രമിച്ചത് എന്നുള്ളത് നിങ്ങൾ പലർക്കും സംശയമുണ്ടാകും. WWE ഈ ഒരു പ്രീമിയം ലൈവ് ഇവൻ്റ് കഴിഞ്ഞതിന് ശേഷം ബിഗി അങ്ങനെയുള്ള കുറച്ച് പേരൊക്കെ ചേർന്നിട്ട് ഒരു അനലൈസ്ഡ് പാനലുണ്ടായിരുന്നു. അവിടെ ഡ്രൂ മാക്കിൻഡയർ കടന്ന് ചെല്ലുകയും അവിടെ പങ്കിനെതിരെയുള്ള ഒരു വെല്ലുവിളി ഉന്നയിക്കുകയും ചെയ്തു. അപ്പോൾ ഡ്രൂവിനെ അവിടെ നിന്ന് മാറ്റാൻ ആദ്യം റഫറി വരുന്നു. റഫറിയെ ഡ്രൂ പിടിച്ച് തള്ളുന്നു. പിന്നീട് ഏദൻ പിയേഴ്സ് വരുന്നു. ഏദൻ പിയേഴ്സിനെയും ഡ്രൂ പിടിച്ച് തള്ളുന്നുണ്ട്. ഈ തള്ളുന്നതിന് ഇടയിൽ ഏദൻ പിയേഴ്സിൻ്റെ മുഖത്ത് എൽബോ കൊള്ളുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അനിശ്ചിത കാലത്തേക്ക് ഡ്രൂ മാക്കിൻഡയറിനെ ഏദൻ പിയേഴ്സ് സസ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വാർത്ത പുറത്തേക്ക് വന്നതിന് ശേഷം ഡ്രൂ മാക്കിൻഡയറിൻ്റെ ഒരു പ്രതികരണം നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നട്ടലില്ലാത്തത് കൊണ്ടാണ് എന്നെ സസ്പെൻഡ് ചെയ്യുന്നത് എന്നാണ് ഡ്രൂ പറയുന്നത്. അതായത് ഏദൻ പിയേഴ്സിന് CM പങ്കിനെതിരെ ഒരു നടപടി എടുക്കാനും സാധിക്കില്ല. CM പങ്കിനെതിരെ പോകാൻ പേടിയാണെന്നുള്ളതാണ് ഡ്രൂ പറയുന്നത്. നിലവിൽ റോയിൽ ഇവരുടെ സ്റ്റോറി മികച്ച രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഡ്രൂവിനെ റോ എപ്പിസോഡിൽ നിന്ന് ഇപ്പോൾ സസ്പെൻഡ് ചെയ്യുന്നതോടുകൂടി, റോയിൽ നിന്നല്ല WWE ഷോയിൽ നിന്ന് തന്നെ സസ്പെൻഡ് ചെയ്യുന്നതോടുകൂടി ഈ സ്റ്റോറി അടുത്ത ഒരു ലെവലിലേക്കാണ് പോകുന്നത്. എന്തായാലും സമ്മർ സ്ലാം 2024 ഡ്രൂ മാക്കിൻഡയർ വേഴ്സസ് CM പങ്ക് തമ്മിലുള്ള മത്സരം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ഡ്രൂവിൻ്റെ സസ്പെൻഷൻ കൂടി വരുമ്പോൾ ഈ സ്റ്റോറി ലൈൻ്റെ പോക്ക് എങ്ങോട്ട് എന്നുള്ളത് ഇനി ലേറ്റസ്റ്റ് റോ എപ്പിസോഡുകൾ കണ്ടു തന്നെ. രണ്ടാമതായി പങ്കുവെക്കാനുള്ളത് സൂപ്പർ താരമായ റോമൻ റെയിൻസ് ഡാൻസ് ചെയ്യുന്ന ഒരു വീഡിയോ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം ഫാമിലിക്കൊപ്പം സമയം ചിലവഴിക്കുന്നതിൻ്റെ ഭാഗമായി, അതായത് ഫാമിലി എന്ന് പറയുമ്പോൾ കുറേയധികം പേരുണ്ട്. ഒരു ഫംഗ്ഷൻ്റെ ഇടയിൽ റോമൻ റെയിൻസ് ഒരു പാട്ടിനനുസരിച്ച് ഡാൻസ് കളിക്കുന്ന ഒരു വീഡിയോ ആണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. കൂടാതെ റോമൻ റെയിൻസ് ഈ ഒരു ഫംഗ്ഷൻ്റെ ഭാഗമായി എടുത്ത കുറച്ച് ഫോട്ടോസും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് തരത്തിലുള്ള ഫംഗ്ഷൻ ആണെന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടില്ല. ഈ ഒരു ഫംഗ്ഷനിൽ WWE ഹോൾ ഓഫ് ഫെയിമറായ റിക്കീഷി, അതായത് ഊസോസിൻ്റെയും സോളോസിക്കോവയുടെയും അച്ഛനായ റിക്കീഷി അപ്പിയർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്തോ കാര്യപ്പെട്ട ഒരു ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു വീഡിയോയും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നിങ്ങളുടെ വീഡിയോയെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.